എന്നോട് പലരും ജീവിതത്തിൻ്റെ ബലഹീനതകളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ, എനിക്ക് ഒരു സ്ട്രെങ്ത് ഇല്ല, ഞാൻ ഭയങ്കര വീക്കാണ്, ഒരു കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നില്ല, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരു ശക്തി, എൻ്റെ ഒരു സ്ട്രെങ്ത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആളുകൾ മനസ്സിലാക്കാത്തൊരു സത്യം, നമ്മുടെ എല്ലാ ബലഹീനതകളിലും നമുക്കൊരു ശക്തിയുണ്ട് എന്നതിന്, എല്ലാ വീക്ക്നെസ്സും നമുക്ക് സ്ട്രെങ്തായി മാറ്റാൻ കഴിയും എന്നതാണ്. ഒരിക്കൽ ആലപ്പുഴയിൽ ഒരു വിമൻസ് കോളേജിൽ ക്ലാസ് എടുക്കാൻ ഞാൻ ചെന്നപ്പോൾ ആ വിമൻസ് കോളേജിലെ മെഗസിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു. ഇങ്ങനെ അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏതാണ് എന്നായിരുന്നു ആ ചോദ്യം. അതിന് ഞാൻ പറഞ്ഞ ഉത്തരം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി കാക്കയാണ് എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ കാക്കയെ ഇഷ്ടപ്പെടാൻ കാരണം എന്നായിരുന്നു മറു ചോദ്യം. അതിന് എൻ്റെ ഉത്തരം, കാക്കയുടെ സൗന്ദര്യമാണ് കാക്കയെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സാർ ഞങ്ങളെ കളിയാക്കുകയാണോ, ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് കളിയാക്കലല്ല, സീരിയസ് ആയ ഉത്തരമാണ്. കാരണം കാക്കയുടെ സൗന്ദര്യമാണ് കാക്കയുടെ സ്വാതന്ത്ര്യം എന്നതാണ് തിരിച്ചറിയേണ്ടത്. കാക്കയുടെ സൗന്ദര്യം കൊണ്ടാണ് നിങ്ങളതിനെ കൂട്ടിലടയ്ക്കാത്തത്. കാക്ക കിളിയെപ്പോലൊരു സൗന്ദര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കാക്കയും കൂട്ടിനുള്ളിൽ ആയേനെ. കാക്ക കറുത്തിരിക്കുന്നത് കൊണ്ടും കാക്കയുടെ സൗന്ദര്യം നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് കാക്കയെ നിങ്ങൾ കൂട്ടിലടയ്ക്കാത്തത്. യഥാർത്ഥത്തിൽ കാക്കയുടെ കറുത്തുപോയ ആ സൗന്ദര്യമാണ് കാക്കയ്ക്ക് സ്വാതന്ത്ര്യം എന്ന സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുത്തത് എന്ന് കാക്ക തിരിച്ചറിയുമ്പോഴാണ് കാക്ക സന്തോഷമായി ജീവിക്കുക. പകരം കാക്ക ഞാൻ കറുത്തുപോയി, എനിക്ക് സൗന്ദര്യമില്ല എന്ന് ചിന്തിച്ചാൽ കാക്കയ്ക്ക് ദുഃഖിക്കാനേ കഴിയുള്ളൂ എന്നതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ എല്ലാ ബലഹീനതകളിലും നമുക്കൊരു ശക്തി ഉണ്ടാകും എന്ന തിരിച്ചറിവാണ് മനുഷ്യന്മാർക്ക് വേണ്ടതെന്നാണ്. ഒരിക്കൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 3ാമത്തെ കൊല്ലത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടി അവർ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ടുപോയിരുന്നു. ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട്, ഒരു വിക്കുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം, എന്നോട് വന്നിട്ട് തൻ്റെ വിഷമം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വിക്കിയാണ് എന്നോട് പറയുന്നത്, സാർ എനിക്ക് വിക്കുള്ളത് കൊണ്ട് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം ചോദിച്ചു, സാർ എന്നെ കളിയാക്കുന്നതാണോ? ഞാൻ എൻ്റെ വിഷമം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കളിയാക്കിയതല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണെന്ന് ഞാൻ തിരികെ ആവർത്തിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഞാനൊരു തമിഴ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റും, ഗ്രാമറൊക്കെ തെറ്റിയേക്കാം, പക്ഷേ നീ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരിക്കലും തെറ്റില്ല. കാരണം നിനക്ക് ആലോചിച്ച് പറയാനുള്ള സമയമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഐ ഹാവ് എ പെൻ, അത് ഹേവ് ആണോ ഹേസ് ആണോ, നിനക്ക് ആലോചിക്കാനുള്ള സമയമുണ്ടല്ലോ. ഐ ഹാവ് ആണ്, ഹേസ് അല്ല എന്ന് ചിന്തിക്കാം. എനിക്കത് പറ്റില്ലല്ലോ. അപ്പോൾ വിക്കിൽ പോലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മൾക്ക്. അതിന് പകരം അതൊരു നെഗറ്റീവായി കണ്ടാൽ എങ്ങനെയാണ്? അപ്പോൾ എല്ലാ ബലഹീനതകളിലും ഒരു ശക്തി ഉണ്ടാകും എന്ന് തിരിച്ചറിവ് വേണം. എനിക്ക് പരിചയമുള്ളൊരു ബിസിനസ്സുകാരനെ കണ്ടു. ഇയാൾ വളരെ പൊക്കം കുറവുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട്, വളരെ സക്സസ്ഫുൾ ആയൊരു ബിസിനസ്സുകാരൻ, ഞാൻ കൗതുകം കൊണ്ട് ചോദിച്ചു, സാറേ പൊക്കം കുറവായതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാചകം എന്നെ അത്ഭുതപ്പെടുത്തി. അയാൾ പറഞ്ഞത്, എൻ്റെ പൊക്കം കുറവിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? ലോകത്ത് ഏതൊരുത്തനും എൻ്റെ മുമ്പിൽ തലകുണിക്കും എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് വളരെ ശരിയാ. കാരണം തലകുണിച്ചാലേ അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ബലഹീനതകളിലെല്ലാം എപ്പോൾ നമുക്ക് ശക്തി കാണാൻ കഴിയുന്നുവോ അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്നതാണ്. അതിന് പകരം ബലഹീനതകളെക്കുറിച്ച് പരിതപിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ആ ബലഹീനതകളിലും നമ്മുടെ ശക്തി എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവോ അന്ന് നമ്മൾ ലോകം ഇഷ്ടപ്പെടുകയും ലോകത്ത് ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറും എന്ന് തന്നെയാണ്. അത്തരം വ്യക്തിത്വങ്ങളായി മാറാൻ കഴിയുമ്പോഴാണ് ജീവിതം സാഫല്യമാകുക എന്നതാണ് സത്യം. താങ്ക് യു വെരി മച്ച്.